ലോക ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ പുറത്തിറങ്ങുന്നത്. ലോകത്തിലെ ഏത് സിനിമയോടും കിടപിടിക്കാവുന്ന ഇത്തരത്തിലുള്ള മികച്ച സിനിമകൾ ബോക്സ് ഓഫീസിലെ റെക്കോർഡുകൾ തകർക്കുന്നതിലും മുന്നിൽ തന്നെയാണ്. 300 കോടി ക്ലബിൽ കയറിയ സിനിമ വരെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടെങ്കിലും 100 കോടി ക്ലബിൽ കയറിയ 13 സിനിമകൾ മലയാളത്തിന് സ്വന്തമായുണ്ട്. എന്നാൽ ഇതിൽ തന്നെ 4 ചിത്രങ്ങൾ മോഹൻലാലിന്റേതാണ്. ഒരു മാസത്തിനുള്ളിൽ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നടനും മോഹൻലാൽ തന്നെയാണ്. ഇനി 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങൾ നോക്കാം. 2016 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് മലയാളത്തിലെ ആദ്യ 100 കോടി സിനിമ. വൈശാഖ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ പ്രദർശനത്തിനെത്തി ആദ്യ 30 ദിവസത്തിനുള്ളിൽ 105 കോടിയോളം രൂപയാണ് നേടിയത്. ആകെ മൊത്തം 152 കോടിയോളം രൂപ ആഗോളതലത്തിൽ ചിത്രം നേടി. 2019 പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ത്രില്ലർ ചിത്രമാണ് മോഹൻലാൽ നായകനായെത്തിയ ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ എഴുതിയ ചിത്രം ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മിച്ചത്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 129 കോടിയോളം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. 2018 കേരളം നേരിട്ട പ്രളയം പ്രമേയമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ടൊവിനോ തോമസ് നായകനെത്തിയ 2018. കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി, നരേൻ, ലാൽ, ഇന്ദ്രൻസ് തുടങ്ങിയ താരനിരയും സിനിമയിലുണ്ടായിരുന്നു. 200 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയത്. ചിദംബരം രജനിയും സംവിധാനം നിർവഹിച്ച 2024 പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ദീപക് പറമ്പോൾ തുടങ്ങിയ താരനിരയാണ് അഭിനയിച്ചത്. 242 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ് നേടിയത്. ബെന്യാമിന്റെ ആട് ജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലെസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച 2024 പുറത്തിറങ്ങിയ സിനിമയാണ് ആട് ജീവിതം. പൃഥ്വിരാജ് സുകുമാരൻ, ജിമ്മി ജീൻ ലൂയിസ്, KR ഗോകുൽ, അമല പോൾ എന്നിവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രം ലോകമെമ്പാടുമായി 150 കോടി നേടി. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് 2024 പുറത്തിറങ്ങിയ ആവേശം. ഫഹദ് ഫാസിൽ, ഹിപ്സ്റ്റാർ, മിഥുൻ ജയശങ്കർ, റോഷൻ ഷാനവാസ്, സജൻ ഗോപു എന്നിവർക്കൊപ്പം മിഥൂട്ടി, മൻസൂർ അലി ഖാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 155 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയത്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ടൊവിനോ നായകനായി എത്തിയ 2024 ചിത്രമാണ് ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. സിനിമയിൽ ടൊവിനോ ട്രിപ്പിൾ റോളിലാണ് എത്തുന്നത്. 106 കോടിയോളം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 2024 പുറത്തിറങ്ങിയ ഒരു മലയാളം റൊമാന്റിക് കോമഡി ചിത്രമായിരുന്നു പ്രേമലു. ഗിരീഷ് ഷേഡി സഹരചനയും സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ നസ്ലീൻ, മമിത ബൈജു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. 136 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഹനീഫ് അദേനി രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലുമായാണ് മാർക്കോ എത്തിയത്. ബോക്സ് ഓഫീസിൽ 110 കോടി രൂപയാണ് ചിത്രം നേടിയത്. 2025 മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ ആക്ഷൻ ചിത്രമാണ് എമ്പുരാൻ. 2019 പുറത്തിറക്കിയ ലൂസിഫറിന്റെ തുടർച്ചയായി എത്തിയ രണ്ടാം ഭാഗമാണിത്. 270 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് തുടരും. 233 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, നിവിൻ പോളിയുടെ സർവമായ എന്നിവയാണ് 100 കോടി ക്ലബിൽ കയറിയ മറ്റു ചിത്രങ്ങൾ. ഇതിൽ സൂപ്പർ ഹീറോ ചിത്രമായ ലോകിയാണ് മലയാളത്തിലെ ആദ്യം 300 കോടി ചിത്രമായി ഏറ്റവും മുന്നിലുള്ളത്. സർവമായ ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ 146 കോടി രൂപയാണ് നേടിയത്.